ചെറിയ തിരുവാതിരയെ കണ്ടു. ഇനി നമുക്ക് അടുത്തതൊരു സ്കിറ്റ് ആയാലോ? എങ്ങനെയുണ്ടാവും? അപ്പം നമ്മൾ കാലിക പ്രസക്തിയും നർമ്മവും സാമൂഹിക വിമർശനവും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്കിറ്റാണ്. ആ സ്കിറ്റ് വളരെ എന്താ പറയുക, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചിട്ടപ്പെടുത്തി എടുത്തതാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. സ്കിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട മാവേലിയെ സുദീപ് സുധാകരനെ. എല്ലാവർക്കും ഓണാശംസകൾ. ഇക്കൊല്ലം കേരളം കാണാനെത്തിയ മഹാബലിയും വത്സനും ഇതാ നിങ്ങൾക്ക് മുന്നിൽ. ചിങ്ങമാസത്തിലെ തിരുവോണം നാൾ വർഷം തോറും ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ആ ദിവസം ഇങ്ങെത്തി. പതിവ് പോലെ എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിൽ നമ്മൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇവിടത്തെ ഈ ശ്വാസം അതെനിക്ക് നൽകുന്ന ഊർജം ചെറുതല്ല. 14 ലോകം, 7 സ്വർഗം, 7 നരകം. അതിൽ സുതല ലോകം ഭരിക്കുന്ന അങ്ങേക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഈ കേരളം എത്ര പ്രിയപ്പെട്ടതാണ് എന്നത് എന്നെ എപ്പോഴും വിസ്മയിപ്പിക്കുന്നു. ത്രേതായുഗത്തിൽ ഭഗവാന്റെ കാൽസ്പർശമേറ്റ് ഈ ഭൂലോകത്തിൽ നിന്നും താഴ്ത്തപ്പെട്ടെങ്കിലും എനിക്ക് എന്റെ കേരളം കഴിഞ്ഞേ മറ്റെന്തുമുള്ളൂ. ശരി, കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് ഈ മനോഹരമായ ദിവസം കളയാനില്ല. നമുക്ക് ആ ചായക്കടയിലേക്ക് പോകാം. പ്രഭു, അങ്ങേക്ക് പുറത്തിരുന്ന് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാനാവുമല്ലോ താല്പര്യം. ഞാൻ അകത്തു പോയിരുന്ന് കഴിക്കാം. ടിവിയിൽ പോയ വാരം ന്യൂസ് പ്രോഗ്രാം ഉണ്ട്. മഹാബലി തമ്പുരാനോ, ഇവിടെ എന്താണ് കഴിക്കാൻ വേണ്ടത്? 4 പൊറാട്ട, ഒരു ബീഫ് ചില്ലി, കുറച്ച് ചിക്കന്റെ ഗ്രേവി. എനിക്ക് 2 മസാല ദോശ, ഒരു സ്ട്രോങ് ചായ. ഞാൻ പൊറോട്ട വൈകിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വിശക്കില്ല. ശരി തിരുമേനി. നല്ല ഭക്ഷണം. അതെ, എന്തൊക്കെയാണ് ഇവിടെ വിശേഷങ്ങൾ? ടിവിക്കാർക്ക് എന്നത്തെയും പോലെ നെഗറ്റീവ് ന്യൂസേ താല്പര്യമുള്ളൂ. അതിനുള്ള അവസരങ്ങളാണെങ്കിലോ ധാരാളം. അങ്ങ് നാടിനും നാട്ടുകാർക്കും കൊടുത്ത പരിഗണന ഇവർ സ്വന്തം കുടുംബത്തിനും പാർട്ടി ഫണ്ടിനുമാണ് കൊടുക്കുന്നത്. ഇതൊക്കെ ശരിയാക്കാൻ അങ്ങേ പോലെ നല്ലൊരു നേതാവ് വന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. അതെങ്ങനെയാ? നാട് നന്നാക്കേണ്ട, അനീതികൾക്കെതിരെ നിർഭയം ശബ്ദമുയർത്തേണ്ട, പ്രതിഷേധങ്ങൾ നടത്തേണ്ട, പുതിയ സംരംഭങ്ങളും ആശയങ്ങളും സമൂഹത്തിൽ കൊണ്ടുവരേണ്ട കഴിവുറ്റ യുവജനത അതിനൊന്നും നിൽക്കാതെ സൗഖ്യം തേടി മറ്റ് സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും പോവുകയല്ലേ? എല്ലാം ശരിയാണ്. ഇവിടെ ഉള്ളവരും പോയവരും ഒക്കെയും നമ്മുടെ നാടിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രയത്നിക്കും. അവർ എന്റെ പ്രജകളാണ്, എനിക്ക് വിശ്വാസമുണ്ട്. അന്ന് ഇങ്ങനെ ഒരു ശുദ്ധഗതിക്കാരനായി പോയല്ലോ, കഷ്ടം. പിന്നെ സിനിമാ മേഖലയിൽ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടുണ്ട്. നടന്മാരായ നടന്മാരെല്ലാം മുൾമുനയിലാണ്. അങ്ങയുടെ പ്രിയപ്പെട്ട പല നടന്മാരും സംവിധായകരും സ്ത്രീ പീഡന ആരോപണം നേരിടുകയാണ്. മോഹൻലാൽ ഉണ്ടോ? ഇതുവരെ ഇല്ല. ആശ്വാസം. പ്രഭാത ഭക്ഷണം കഴിഞ്ഞ മാവേലിയും വത്സനും കേരളം ചുറ്റിക്കാണാൻ ഇറങ്ങി. ഉച്ചയായി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യുവാക്കൾ നാട് വിട്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഓണം അടിച്ചു പൊളിച്ച പല മക്കളും വിദേശത്ത് പോയിരിക്കുന്നു. അതുതന്നെയല്ലേ തിരുമേനി നേരത്തെ ഞാൻ പറഞ്ഞത്. എല്ലാവരും തണുപ്പ് തേടി പോയിരിക്കുകയാണ്. ഇപ്പോ UK, കാനഡ, അമേരിക്ക എന്നതിന് പകരം ജർമ്മനി എന്നാണല്ലോ അധികം കേൾക്കുന്നത്. മറ്റ് രാജ്യങ്ങളെല്ലാം നിറഞ്ഞു കവിഞ്ഞു കാണും. വത്സ, ഇവിടെ ഇനി അധികം ഒന്നും കാണാനില്ല. നമുക്ക് ജർമ്മനിയിലോട്ട് പോകാം. എന്റെ പ്രജകൾ അവിടെ പോയി തിരുവനന്തപുരം ദോഷ്, തൃശ്ശൂർ ദോഷ്, മലപ്പുറം ദോഷ് ഒക്കെ പറയുന്നത് കേൾക്കണ്ടേ? അങ്ങനെ കേരളം കണ്ടു കഴിഞ്ഞ മഹാബലിയും വത്സനും ജർമ്മനിയിൽ എത്തിയിരിക്കുന്നു. എന്താ തിരുമേനി ബാഡ് ഹോംബർഗിൽ തന്നെ വരാൻ കാരണം?
പണ്ട് ഇടയ്ക്ക് തെർമൽ ബാത്തിന് വേണ്ടി ഞാൻ ഇവിടുത്തെ നാച്ചുറൽ പൂളുകളിലേക്ക് വരുമായിരുന്നു. നല്ല സ്ഥലമാണ്. ഇംഗ്ലീഷ് ഒക്കെ വരുന്നുണ്ടല്ലോ. ത്രികാല ജ്ഞാനിയായ എനിക്ക് എന്താ അറിയാത്തത്? ദോഷം അറിയാം. ഇഷ് ഹൈസെ മഹാബലി, ഇഷ് ഹോമയാവും കേരള. പക്ഷേ എന്റെ ഈ എല്ലാം അറിയാമെന്നുള്ള ഭാവം, ലോകം മുഴുവൻ കീഴടക്കണമെന്നുള്ള ആഗ്രഹം, അതാണ് എനിക്ക് അന്ന് പണി തന്നത്, എന്നെ പാതാളത്തിലേക്ക് എത്തിച്ചത്. നാരായണ, നമുക്ക് ബാഡുഹോംവർക്ക് കുർപ്പാർക്ക് വരെ ഒന്ന് പോകാം. ആ അതാ കാണുന്നു ബസ് ഊബർ ബാഡുഹോംവർക്ക് കുർപ്പാർക്ക്. ഹലോ മഹാബലി തമ്പുരാൻ, ഓണത്തിന് ജർമ്മനിയിലൊക്കെ വരാറുണ്ടോ? ഹൈ, ജർമ്മനിയിലും മലയാളി ഡ്രൈവർമാരോ? ഒരു വേള കേരളമാണോന്ന് വരെ ഞാൻ നിരീക്ഷിച്ചു. അല്ല, ഓണത്തിന് ഞാനിത് ആദ്യമായിട്ടാ ജർമ്മനിയിൽ. തിരുമേനി, ജർമ്മനി പാടെ മാറിയിരിക്കുന്നു എന്ന് തോന്നുന്നു. മഹാബലിക്ക് ജർമ്മനിയിൽ വരാമെങ്കിൽ ബസ് ഓടിക്കാനും മലയാളി വന്നല്ലേ പറ്റൂ. സന്തോഷം. വത്സ, ഇതാ ഒരു മലയാളി ദമ്പതികളും കുട്ടികളും ഇരിക്കുന്നു. നമസ്കാരം. എവിടേക്ക് പോവുകയാണ്? അയ്യോ, ഇതാര്? മഹാബലി തമ്പുരാനോ? ഞങ്ങൾക്കിന്ന് ബാഡുഹോംബർഗിൽ മലയാളികളുടെ ഓണാഘോഷമുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഞാനും നിങ്ങളുടെ കൂടെ ബാഡുഹോംബർഗ് ഓണാഘോഷത്തിൽ ഉണ്ടാകും. കണ്ടില്ലേ, എവിടെ ചെന്നാലും എന്റെ പ്രജകൾ മലയാള ഭാഷ കൈവിടുന്നില്ല, ഓണം കൈവിടുന്നില്ല. എനിക്ക് സന്തോഷമായി. ഞാൻ ഈ ലോകം മുഴുവൻ ഭരിച്ച പോലെ എന്റെ പ്രജകളും ഈ ലോകം മുഴുവൻ സന്തോഷത്തോടെയും ഒരുമയോടെയും ജോലി ചെയ്യുന്നു, ജീവിക്കുന്നു. നമുക്ക് മടങ്ങാം തൃക്കാക്കരയിലേക്ക്, പാതാളത്തിലേക്ക്. തിരക്കഥാ സംഭാഷണം സുദീപ് ബാഡ്ഹോംബൂർ. അഭിനയിച്ചവർ മാവേലി പീറ്റർ ഫ്രെഡിഷ്തോർ, വത്സൻ സുദീപ് ബാഡ്ഹോംബൂർ. ശബ്ദം നൽകിയവർ സുദീപ് ബാഡ്ഹോംബൂർ, സംഗീത് ബാഡ്ഹോംബൂർ, പീറ്റർ ഫ്രെഡിഷ്തോർ, ജോമോൾ ഫ്രെഡിഷ്തോർ.